എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഞാൻ എൻ്റെ സങ്കല്പത്തിലെ പോലെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടിയ ആ തൃശ്ശൂർ പേരൂരിലെ പൂത്തൃക്കോവ് അമ്പലത്തിന് സമീപത്തിൽ പണ്ട് താമസിച്ചിരുന്ന ആ പെൺകുട്ടിയെ പോലെ, ലളിതമായി പറഞ്ഞാൽ പണ്ടുള്ള എൻ്റെ ചെറിയ വിരോധത്തിലെ ആ പെൺകുട്ടിയെ പോലെ, ഞാൻ എൻ്റെ ഇമെയിലിൽ എനിക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ സ്ക്രാപ്പ് ബുക്കിൽ എങ്ങനെയോ വന്നു ഒരുത്തിയുടെ സൈഡിൽ ചെരിഞ്ഞ് ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോയും മെസ്സേജും. ഞാൻ ഈ പെൺകുട്ടിയുടെ ആൽബം ഒന്നിൽ നോക്കിയപ്പോൾ എൻ്റെ ആ ചെറിയ വിരോധത്തിലെ പെൺകുട്ടിയുടെ ആ ഗ്രാമീണ ഐശ്വര്യത്തിലും സ്വഭാവത്തിലും കൂടെ നിർത്താമെന്നും ഈ പെൺകുട്ടി അറിയുന്ന ചിലരിൽ നിന്നറിഞ്ഞതും കൂട്ടിച്ചേർത്തു. ഞാൻ ഈ പറയുന്ന ഈ ഇമെയിലിലെ പെൺകുട്ടിയുടെ ആൽബംസ് മൊത്തത്തിൽ നോക്കിയപ്പോൾ ദാ നിൽക്കണു എനിക്കറിയണ വേറൊരു പണ്ടാറും. ഈ പെൺകുട്ടിയെ ഞാൻ വളരെ അപൂർവമായി ഒരു പെൺകുട്ടിയെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഹോൾഡ് ചെയ്യൂ കൊടുക്കാട്ടോ, ഈ ശബ്ദം എൻ്റെ തലയിൽ അറിയാതെ എന്തിനോ വേണ്ടി കയറിപ്പോയി. എനിക്കറിയുന്നവർ, എന്നെ അറിയുന്നവരിൽ ചിലർ ഈ പെൺകുട്ടിയെ നേരിൽ കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയുടെ ജീവൻ നിലയ്ക്കുന്നതിന് മുൻപേ ഞാൻ തത്രപ്പെട്ടോടി. ഒന്ന് നേരിൽ കാണുന്നതിന് വേണ്ടി മാത്രമായി, സൗന്ദര്യ കണ്ണിന് വേണ്ടി ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമായി. പക്ഷേ ഈ പെൺകുട്ടിയുടെ ചലനമറ്റ മൃതശരീരമെങ്കിലും ഒന്ന് നേരിൽ കൺകുളിർക്ക് ഒന്ന് കാണാൻ പറ്റിയില്ല, ഇനി കാണാൻ പറ്റില്ല എന്നത് ഒരു വിരഹ ദുഃഖം എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. മരണം ഒരു വേർപാടും അറിയാത്ത സ്നേഹത്തിന്റെ തുടർച്ചയും എന്ന് ഞാൻ അന്നു ആ നിമിഷത്തിൽ മനസ്സിലാക്കി. ആ പെൺകുട്ടിയുടെ മൃതശരീരം ഉറങ്ങിക്കിടക്കുന്നതിന് പടിഞ്ഞാറായി സമർപ്പിക്കുകയും എൻ്റെ മോഹമെങ്കിലും എൻ്റെ ഒരു ചുംബനം ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ അവസാനമായി ഒന്ന് സമർപ്പിക്കാൻ പറ്റാതായി പോയി എന്നതുകൊണ്ട് മഹാകവി അനൂപ് കൊളനൂർ എന്നാവാൻ ആഗ്രഹമായി നടക്കുന്ന ഈ ഞാൻ, എൻ്റെ ഓർമ്മകളുടെ മരണം എന്ന ഈ ചെറുപുഷ്പം ആ പെൺകുട്ടിക്കായി വിടർത്താൻ ശ്രമിക്കുന്നു. ഞാൻ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളിലെ പലരുമായി ഞാൻ ഇന്നലെ വരെ പുലർത്തിയിരുന്ന ബന്ധത്തിന് നിസ്സഹായത എന്തുകൊണ്ടോ വന്നു പോയെങ്കിലും എന്നിലെ തെറ്റുകളിൽ ഒന്നെങ്കിലും എനിക്ക് ഓർമ്മ വന്നിരുന്നെങ്കിൽ, അവർ എന്നോട് തെറ്റുകൾ തിരുത്തിയെങ്കിൽ, ഞാൻ അവരുമായി ഒരു സ്നേഹബന്ധത്തിന് തുടർച്ച ഒന്നുകൂടി ഇനി തുടരണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അവർ മണമറിഞ്ഞു പോയതോർക്കുമ്പോൾ വിഷമങ്ങളെന്നെയും കൂടി ശ്മശാനമാകുന്ന മണമറിഞ്ഞു പോയവരുടെ തിങ്ങി നിറഞ്ഞ ഓർമ്മകളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നു. വീണ്ടും അനു